ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. തുലാം രാശിയിലാണെങ്കിൽ 45 നാഴികയും വൃശ്ചികം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം. അതിൽ തുലാം രാശിയിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ദുരിതസ്ഥാനത്ത് 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ നോക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലോ കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈ സന്തോഷത്തിൻ്റെ സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് തലത്തിലാണെങ്കിൽ പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായ പുതിയ ഓഫറുകൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് തുലാം രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വൃശ്ചികം രാശിയിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 6ാം ഭാവനാഥനായിക്കൊണ്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധ വേണം. ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലവും അത്ര തന്നെ ശ്രദ്ധയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. പ്രത്യേകിച്ച് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും ഈ ഒരു സമയങ്ങളിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്.